ആൾക്കൂട്ടത്തെ നിയന്ത്രിച്ചുകൊണ്ട് അതിൻ്റെ അവസാന നടപടിയിലേക്ക് കടക്കുകയാണ്. ഇനിയും ആയിരം ആളുകളാണ് പുറത്തിപ്പോഴും പെരുമഴയിൽ കുതിർന്ന് കാത്തുനിൽക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരും റെഡ് വളണ്ടിയർമാരും അടക്കമുള്ളവർ ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ച് പരാജയപ്പെടുകയാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. മനസ്സും ശരീരവും ഒരുപോലെ കുതിർന്നവർ പ്രിയ സഖാവിനെ അവസാനമായി കാണാൻ ഇപ്പോഴും കാത്തു നിൽക്കുകയാണ്. എന്നാൽ ഇപ്പോൾ പൊതുദർശനം അവസാനിപ്പിച്ച് വലിയ ചുടുകാട്ടിലേക്ക് അദ്ദേഹം യാത്രയാവാൻ ഒരുങ്ങുകയാണ്. ഇനി തൻ്റെ സമര ജീവിതങ്ങൾക്ക് തുടക്കം കുറിച്ച തൻ്റെ രാഷ്ട്രീയ ഗാഥകൾക്ക് ആരംഭം കുറിച്ച ആ സഖാക്കൾക്കൊപ്പം, ആ ധീര രക്തസാക്ഷികൾക്കൊപ്പം അദ്ദേഹവും അന്ത്യവിശ്രമം കൊള്ളും. ഒരുപക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കാലം പതിറ്റാണ്ടുകളോളം കാത്തുവെച്ചൊരു കണക്കു തീർക്കൽ എന്ന് തന്നെ പറയാം. പാലായിലെ ജയിൽ ലോക്കപ്പിനുള്ളിൽ വെച്ച് ഒരു കോൺസ്റ്റബിളിൻ്റെ കയ്യിലെ ബയണറ്റ് കൊണ്ട് ആ കാൽപാദത്തിലേറ്റ മുറിവ്, ആ മുറിപ്പാടുള്ള കാൽപാദം അല്ലെങ്കിൽ മുറിവേറ്റ ആ കാൽപാദവുമായി അദ്ദേഹം നടന്നു കയറിയത് കേരള ജനതയുടെ ഹൃദയത്തിലേക്കായിരുന്നു. ആ മുറിവേറ്റ കാൽവെള്ളകൾ കൊണ്ട് അദ്ദേഹം നടന്നു തീർത്ത സമരപാതകൾ, ആ മുറിവേറ്റ കാൽവെള്ളകൾ കൊണ്ട് അദ്ദേഹം താണ്ടിയ സമരപഥങ്ങൾ, അതിനെല്ലാം കണക്ക് ചോദിക്കാൻ എന്ന വണ്ണം ഇന്ന് അതേ ബയണറ്റുകളാൽ അദ്ദേഹത്തിന് ഔദ്യോഗിക ബഹുമതി അർപ്പിക്കപ്പെടുന്നു. മുറിവേൽപ്പിച്ച ക്രൂരതയുടെയും പീഡനത്തിൻ്റെയും അടയാളത്തിൽ നിന്ന് അദ്ദേഹം ഇതാ ഇപ്പോൾ ഔദ്യോഗികമായ ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങുകയാണ്. പൊതുദർശനം അവസാനിപ്പിച്ച് പോലീസ് സേനയുടെ ഔദ്യോഗികമായ ആദരസൂചകമായ ഗാർഡ് ഓഫ് ഓണർ ഏറ്റുവാങ്ങി അദ്ദേഹം മടങ്ങുകയാണ്. ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിലെ പൊതുദർശനം അവസാനിച്ചിരിക്കുന്നു. പുന്നപ്രയുടെ പോരാട്ട മണ്ണിൽ ഒരു നൂറ്റാണ്ടിൻ്റെ സമരനായകൻ അന്ത്യവിശ്രമം കൊള്ളാൻ വേണ്ടി യാത്രയാവുകയാണ്. ബീച്ച് റിക്രിയേഷൻ ഗ്രൗണ്ടിൽ നിന്ന് വലിയ ചുടുകാട്ടിലേക്ക് അവസാന യാത്ര.
പോരാട്ടത്തിൻ്റെ ചുവന്ന മണ്ണിൽ ധീരസഖാക്കൾക്കൊപ്പം രക്തസാക്ഷികൾക്കൊപ്പം ആ യുഗപുരുഷനും അന്ത്യവിശ്രമം. വല്ലാത്തൊരു ശൂന്യത ഒരുപാട് മനസ്സുകളിൽ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നുപോകുന്നത്. ഇംഗ്ലീഷിൽ കാംറാഡറി എന്നൊരു വാക്കുണ്ട്. സഖാത്വം എന്ന് മലയാളത്തിൽ അതിനെ നിർവചിക്കാം. ലോകത്തെല്ലാ കമ്മ്യൂണിസ്റ്റുകളും മരിക്കുമ്പോൾ ഒരു സഖാവിന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റിന് തോന്നുന്ന ശൂന്യത, അങ്ങനെയും ആ കോംറേഡറിയെ വിശേഷിപ്പിക്കാം. കമ്മ്യൂണിസ്റ്റ് അല്ലാത്ത ആളുകൾക്ക് പോലും, സഖാവെന്നൊരിക്കൽ പോലും വിളിച്ചിട്ടില്ലാത്ത ആളുകൾക്ക് പോലും ആ ശൂന്യത ഇന്ന് അനുഭവിക്കാനാകുന്നുണ്ടെങ്കിൽ ആ സഖാത്വം യെസ് അവശേഷിപ്പിച്ചു പോകുന്ന ആ കോംറേഡറി അതുതന്നെയാണ് ഇപ്പോഴും അങ്ങോട്ടേക്ക് ഒഴുകിയെത്തുന്ന ആ ജനക്കൂട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. VS ഇല്ലാതെ, VSൻ്റെ 101 വർഷങ്ങളില്ലാതെ കേരളം എന്ന സംസ്ഥാനത്തിനോ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനോ പറയാനൊന്നുമില്ലാതായി പോകുന്ന നിമിഷങ്ങളുണ്ടാകും. VSനെയോ അദ്ദേഹത്തിൻ്റെ സമരജീവിതത്തെയോ അഭിസംബോധന ചെയ്യാതെ ആധുനിക കേരളത്തിൻ്റെ ചരിത്രം ആരംഭിക്കുകയോ അവസാനിക്കുകയോ ചെയ്യുന്നില്ല. അവസാന നാളുകളിൽ പോലും ചൂഷണത്തിനെതിരായി പോരാടാൻ ആഗ്രഹിച്ച, സമരപ്പന്തലുകളിൽ കിടന്നുറങ്ങാൻ ആഗ്രഹിച്ച, ഫലസ്തീനു വേണ്ടി പോരാടാൻ ആഗ്രഹിച്ച VS പുന്നപ്രയെ ചുവപ്പിച്ച ദിവാൻ സർ CPയുടെ അമേരിക്കൻ മോഡലിനെ വിറപ്പിച്ച, വാരിക്കുന്തങ്ങളും അലക് വെട്ടിമിനുക്കിയ പടികളുമായി പട്ടാളത്തെയും പോലീസിനെയും അവരുടെ കിരാത നിയമങ്ങളെയും നേരിട്ട, കൊടിയ പീഡനത്തിനും ക്രൂരമർദ്ദനത്തിനും ഇരയായ ആ ചെറുപ്പക്കാരനിൽ നിന്ന് 101 പിന്നിട്ട വിവേകശാലിയും വിജ്ഞാനമതിയുമായ ഒരു യുഗപുരുഷനിലേക്ക്, 4ാം ക്ലാസ് വിദ്യാഭ്യാസം മാത്രമുള്ള ഒരു സർവ്വസാധാരണക്കാരനിൽ നിന്ന് എന്നെപ്പോലെയുള്ള 10,000ങ്ങളുടെ നേതാവിലേക്കുള്ള യാത്ര. സാർത്ഥകമായ ആ യാത്ര ഇന്ന് പൂർണ്ണമാവുകയാണ്. വലിയ ചുടുകാട്ടിൽ തനിക്കൊപ്പം പ്രവർത്തിച്ച്, തനിക്കൊപ്പം പോരാടിയ, തനിക്കൊപ്പം മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യങ്ങൾ ഉറക്കെ വിളിച്ച് ബുള്ളറ്റുകളെയും ബയണറ്റുകളെയും നേരിട്ട സഖാക്കൾക്കിടയിൽ അദ്ദേഹവും അന്ത്യവിശ്രമത്തിനൊരുങ്ങുകയാണ്. അവസാനമായി താൻ നെഞ്ചിലേറ്റി അതേ ചെങ്കൊടിയിൽ പുതച്ച് ഉയർന്നു പൊങ്ങുന്ന 1000 ആളുകളുടെ മുഷ്ടികൾക്കിടയിലൂടെ, ഇരുട്ടിനെ ഭേദിച്ച് മുഴങ്ങുന്ന മുദ്രാവാക്യങ്ങൾക്കിടയിലൂടെ സഖാവ് യാത്രയാവുകയാണ്. അക്ഷരാർത്ഥത്തിൽ യുഗാന്ത്യം. അന്ത്യവിശ്രമത്തിനായി യാത്രയാകുമ്പോഴും അവിടെ കൂടി നിൽക്കുന്നവരുടെ കണ്ടങ്ങളിൽ നിന്നുയരുന്ന 3 വാക്കുകൾ
ആര് പറഞ്ഞു മരിച്ചെന്ന്? ആ വാക്കുകൾ തന്നെയാണ് VS-ന്റെ ലെഗസി. ഇനി കാലം എത്ര കഴിഞ്ഞാലും, കാലഘട്ടങ്ങൾ എത്ര മാറിയാലും ചൂഷകരുടെ സ്വപ്നങ്ങളിൽ അദ്ദേഹം എന്നും കുന്തമുനയായി തന്നെ പ്രത്യക്ഷപ്പെടും. സമരപോരാട്ടങ്ങളിൽ പ്രസ്ഥാനം എങ്ങനെ VS ഒരു കുന്തമുനയായി പ്രസ്ഥാനത്തിന് മുന്നിൽ നിന്നുവോ, അതുപോലെ തന്നെ ചൂഷണം നേരിടുന്നവർക്ക് വേണ്ടി അദ്ദേഹം അവശേഷിപ്പിച്ചു പോകുന്ന ആശയം നിലകൊള്ളും. എല്ലാ കാലവും വർഗസമരങ്ങൾക്ക് മുന്നിൽ പ്രതീകമായി മാത്രമല്ല, പ്രത്യയശാസ്ത്രമായി കൂടി VS നിലനിൽക്കും. സമരം ചെയ്യുന്ന ലോകമെമ്പാടുമുള്ള ഏതൊരാൾക്കും VS അടയാളമായി മാറും. തുറന്ന ശബ്ദവും ഉറച്ച നിലപാടുകളും ചുരുട്ടിപ്പിടിച്ച മുഷ്ടിയുമായി VS എന്നും നിലനിൽക്കും.